പലർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് മെത്തേഡ് ആണ് ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ലെവിഗേഷൻ, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ഇവിടെ പ്രത്യേകത എന്താണ്? ഓറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹെവിയർ ആണ്. അയിര് എന്തായിരിക്കണം? സാന്ദ്രത കൂടിയതും എന്നാൽ ഇംപ്യൂരിറ്റി എന്താണ്? ലൈറ്ററുമാണ് അല്ലെ. ഏത് തരത്തിലുള്ള ഓറാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്സൈഡ് ഓറുകളും അതേപോലെ തന്നെ ഗോൾഡിന്റെ ഓറുമാണ്. ഈ എക്സാമ്പിൾസ് ആണ് പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കുന്നത് കേട്ടോ. എക്സാമിന് ഷുവർ ഷോട്ട് ആണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രൂട്ട് ഫ്ലോട്ടേഷൻ. സെക്കൻഡ് മെത്തേഡ് ആണ്, പ്ലവന പ്രക്രിയയാണ്. ഇവിടെ ഓറിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് ലൈറ്റ്, അയിരിന്റെ സാന്ദ്രത കുറവും എന്നാൽ ഇംപ്യൂരിറ്റീസിന്റെ സാന്ദ്രത എന്താണ്? കൂടുതലുമാണ്. ഇറ്റ് ഇസ് ഹെവിയർ ആണ്. ഇവിടെ ഏത് ഓറാണ് യൂസ് ചെയ്യുന്നത്? സൾഫൈഡ് ഓറുകളാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. ഇവിടെ രണ്ട് കേസും വരാട്ടോ. അതായത് ഓറ് മാഗ്നറ്റിക്കും ഇംപ്യൂരിറ്റി എന്താണ്? നോൺ മാഗ്നറ്റിക്കും വരാം. അതിന്റെ എക്സാമ്പിൾ ആണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഓറ്. അവിടെ ഓറ് മാഗ്നറ്റിക് ആണ്. നേരെ മറിച്ച് ചില കേസിൽ ഇംപ്യൂരിറ്റി മാഗ്നറ്റിക്കും ഓറ് നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ആണ് അയൺ ടങ്സ്റ്റേറ്റ്. ഓക്കെ, ടിൻസ്റ്റോൺ എന്ന് പറയുന്ന ഉദാഹരണമാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലീച്ചിങ് ആണ്. അവസാനത്തെ മെത്തേഡ് ആണ്. ലീച്ചിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ വി ആർ ആഡിങ് സ്യൂട്ടബിൾ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ നമുക്ക് ഓറ് ഡിസോൾവ് ചെയ്യുകയും നേരെ മറിച്ച് ഇംപ്യൂരിറ്റി ഇൻസോൾയുബിൾ ആയിട്ട് കിടക്കുകയും ചെയ്യുന്നു. ഈ ഇംപ്യൂരിറ്റി നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണ് ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്യൂട്ടബിൾ സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ലൈക്കും അതുപോലെ തന്നെ എന്താണ് റെസ്പോണ്ടും ചെയ്യുന്നതാണ്.